ഹലോ, ഇന്ന് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരു അംബ്രല കെട്ടി ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊരു ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് ടേപ്പൊക്കെ ഇങ്ങനെ ഇടുന്ന കണക്കി എടുത്തത്. പക്ഷേ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അത് ഭയങ്കര ബോറായി. പിന്നെ കട്ട് ചെയ്തൊന്നും കളഞ്ഞില്ല. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. പെട്ടെന്ന് തന്നെ നമ്മൾ തുണി കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങുമായിരുന്നു. അപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കും സമയത്ത് തന്നെ കറണ്ട് പോയി. പിന്നെ കറണ്ടൊക്കെ വന്നിട്ട് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം ലൈനിങ് കൊടുക്കണ്ടെന്നാണ് വിചാരിച്ചത്. ക്രേപ്പാണല്ലോ മെറ്റീരിയൽ. പിന്നെ ലൈനിങ്ങും കൂടെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. മേളിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കോട്ടൻ്റെ ലൈനിങ്ങും താഴത്തേക്ക് ക്രേപ്പിൻ്റെ തന്നെ ബ്ലാക്ക് ലൈനിങ്ങുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതിന് വേണ്ടി സെപ്പറേറ്റ് എടുത്തല്ല, നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ലൈനിങ് ജസ്റ്റ് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ക്രേപ്പിൻ്റെ ഒരു 2 മീറ്റർ ലൈനിങ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ചെയ്തത്. നമുക്ക് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 മീറ്റർ 3 മീറ്റർ തുണിയാണ് വേണ്ടത്. പിന്നെ ലൈനിങ്ങും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ് കൂടെ ചേർത്തിട്ട് 3 മീറ്റർ, അങ്ങനെ മൊത്തത്തിൽ ഒരു 6 മീറ്റർ തുണിയാണ് നമുക്കിതിന് വേണ്ടിയിട്ട് വേണ്ടത്. അംബ്രല കട്ടായതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഫുൾ സ്ലീവ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഫുൾ സ്ലീവ്സിന് നമ്മൾ 3 മീറ്ററാണ് എടുത്തത്. അതുകൊണ്ട് ഫുൾ സ്ലീവിന് ഇല്ലായിരുന്നു. എങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് പീസൊക്കെ വെച്ചിട്ടാണ് ഫുൾ സ്ലീവ് ആക്കി എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ബോർഡ് നെക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ നിങ്ങൾക്ക് ഇതേപോലത്തുള്ള ടോപ്പുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയയ്ക്കാം. ഞാനിവിടെ മെസ്സേജ് അയക്കുന്ന നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു ക്രേപ്പിൻ്റെ മെറ്റീരിയലും അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിളായിട്ടുണ്ട്. അപ്പോൾ ഈ 2 മെറ്റീരിയലിൽ ഏതെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഈ ഒരു ടോപ്പ് എങ്ങനെ ഉണ്ടെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് പറയാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്